മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ ആദ്യം പറഞ്ഞ വാക്കെന്നാ? മാനസാന്തരപ്പെടാൻ. മാനസാന്തരപ്പെടാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിന് മാറ്റം ഉണ്ടാക്കണമെന്ന്, മനസ്സ് നവീകരിക്കപ്പെടണമെന്ന കർത്താവ് ശരിക്കും പറഞ്ഞേ. അതായത് ഇപ്പൊ കൊണ്ടു നടക്കുന്ന മനസ്സുണ്ടല്ലോ, ചിന്താഗതികളുണ്ടല്ലോ, ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈശോ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചപ്പോൾ പറഞ്ഞേ. ഈ മനസ്സ് നവീകരിക്കപ്പെടുമ്പോ എന്തിലേക്കാണ് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടേണ്ടത്? 1 കൊരിന്തോസ് 2 അതിന്റെ ഒരു 15 ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടത്തെ മനസ്സറിഞ്ഞവരാരുണ്ട്? പൗലോസ് ചോദിക്കാണ്, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടത്തെ മനസ്സ് അറിഞ്ഞവരാരുണ്ട്? അടുത്ത വചനം പറയുന്ന, ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ, ഒരു അസ്വസ്ഥതയിൽ നിൽക്കുമ്പോൾ, ഒരു സഹനത്തിലൊക്കെ നിൽക്കുമ്പോൾ, ഒരു ജീവിതത്തിന്റെ അത്ര കണ്ട് നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത്, ദൈവമേ, അച്ഛാ, കർത്താവിന്റെ മനസ്സെന്താ? അല്ലെ, കർത്താവിന്റെ ഹിതം എന്താ? കർത്താവിന്റെ പദ്ധതി എന്താ എന്ന് നമ്മൾ ആ വിഷയത്തിൽ ചോദിക്കുന്നത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ദൈവഹിതം എന്താന്ന് അന്വേഷിക്കും. പൗലോസിനെ പറഞ്ഞു, ഞങ്ങൾ കർത്താവിന്റെ മനസ്സറിയുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ മനസ്സറിയാവുന്ന ഒരാൾക്ക് ജീവിതത്തിന്റെ ഒരു വിഷയത്തിന്റെ മേതും കർത്താവിന്റെ മനസ്സ്, കർത്താവിന്റെ ആലോചന, കർത്താവിന്റെ പദ്ധതി എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചില വിഷയങ്ങൾ ഇതിലെ ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് ആ വിഷയത്തിന്റെ മേലുള്ള കർത്താവിന്റെ മനസ്സറിഞ്ഞിട്ടില്ല. ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതിന് ഒരു കാരണം നമുക്ക് കർത്താവിന്റെ മനസ്സ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ആ വിഷയത്തിൽ അല്ലേ, ആ വിഷയത്തിൽ കർത്താവിന്റെ മനസ്സറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതങ്ങോട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പൊ കർത്താവിന്റെ മനസ്സ് എനിക്ക് ആ വിഷയത്തിന്റെ മേതെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ മനസ്സിൽ തോന്നിയത് ചെയ്യും. മനസ്സിന്റെ തോന്നലിനനുസരിച്ച് പോയാൽ അത് കൂടുതൽ പ്രശ്നമാണ്. നിങ്ങള് സുഭാഷിതങ്ങൾ 14:12 ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകും. നമുക്ക് കർത്താവിന്റെ മനസ്സറിയത്തില്ലെങ്കിൽ ഒരു പ്രശ്നം എന്നറിയാമോ? നമുക്ക് തോന്നുന്ന വഴിയിലൂടെ നമ്മൾ തോന്നുന്ന തീരുമാനം എടുക്കും. ഒരുപക്ഷെ നമ്മൾ മരണത്തിലേക്ക് വരെ നയിക്കുന്നതാകാം. ശരീരത്തിന്റെ മരണത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഒരു ആത്മീയ മരണത്തിലേക്കും മനസ്സിന്റെ മരവിപ്പിലേക്കും ഒക്കെ നയിക്കുന്ന വഴിയാകാം ഒരുപക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനൊരു കാരണം, അടിസ്ഥാന കാരണം വചനം പറയുന്നത് നമുക്ക് കർത്താവിന്റെ മനസ്സറിയാത്തത് കൊണ്ടാണ്. കർത്താവ് മാനസാന്തരപ്പെടുവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്താണ്? പൗലോസ്ലീഹ പറഞ്ഞതിലേക്കാണ്. കർത്താവിന്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നു, അതിലേക്ക് മാനസാന്തരപ്പെടണം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്, കുറെ ചിന്തകൾ കിടപ്പുണ്ട്, കുറെ കാര്യങ്ങൾ ഇതിനകം എൻ്റെ മനസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇന്നോളം കടന്നുപോയ ചില അനുഭവങ്ങൾ, ചില ദുരനുഭവങ്ങൾ, ചില സങ്കടങ്ങളുടെ ഓർമ്മകൾ, ചില മുറിവേറ്റ ഓർമ്മകൾ, തിക്താനുഭവങ്ങൾ, തിരസ്കരിക്കപ്പെട്ടത്, വഞ്ചിക്കപ്പെട്ടത്, മാറ്റി നിർത്തപ്പെട്ടത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, സന്തോഷത്തിന്റെ ഒക്കെ ഓർമ്മകൾ എൻ്റെ മനസ്സിങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കടന്നുപോയ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും ഒരു വിഷയത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇന്നലകളിൽ വിഷമം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ വിഷമം പോകാൻ എന്ത് ചെയ്തു? ഇന്നലകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇന്നലെ രോഗം വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തേ? ഇന്നലെ എനിക്ക് ഉറക്കം കിട്ടാതെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, വചനം എടുത്ത് വായിച്ചു, അല്ലേ? എന്ത് സംഭവിച്ചു? ആ പ്രശ്നങ്ങൾ മാറി. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതം അപകടത്തിലാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു വിഷയം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ വിഷയത്തിന്റെ മേലുള്ള കർത്താവിന്റെ മനസ്സെന്താ?